നമസ്കരിക്കുന്നു. ഭാഗവത പ്രേമികളായ എല്ലാവരെയും ഒരു ചെറിയ കഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊട്ടിയൂർ എന്ന ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വര ക്ഷേത്രം ആണ്. അത് ചക്രവർത്തിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 5 മൂർത്തികളുടെ ക്ഷേത്രങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അതിലൊന്നാണ് കൊട്ടിയൂർ. അപ്പോൾ ആമുഖമായിട്ട് ഇത് പറയുന്നത് ഈ ഭാഗവത ഇപ്പോൾ പറയാൻ പോകുന്ന കഥയായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രം ഇതിൽ 4-മത്തതാണ്. 1-മത്തത് തൃച്ചംബരത്ത് പെരുമാളുടേതാണ്. അത് അവിടെ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ചുമതല എന്താണ്? സംരക്ഷണമാണ്. പശുപാലകനാണല്ലോ. എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ സർവ്വചരാചരങ്ങളുടെയും രക്ഷകനാണ് തൃച്ചംബരത്ത് പെരുമാൾ. 2-മത്തത് തിരുവങ്ങാട് പെരുമാളാണ്. അത് ശ്രീരാമനാണ്. ശ്രീരാമൻ്റെ ചുമതല രാജ്യഭാരമാണല്ലോ. അപ്പോൾ രാജാവാണ്. 3-മത്തത് പയ്യന്നൂർ പെരുമാളാണ്. സുബ്രഹ്മണ്യൻ ദേവസേനാധിപതി. 4-മത്തതാണ് കൊട്ടിയൂർ പെരുമാൾ. കൊട്ടിയൂർ പെരുമാൾ എന്ന് പറയുന്നത് ആ പേര് വന്നത് അവിടെ ശരിക്കും ശിവൻ മാത്രമല്ല, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും മറ്റ് ലോകപാലന്മാരും എല്ലാം ഉണ്ട്. ഇന്ദ്രാദികളുണ്ട്. എല്ലാവരും കൂടിച്ചേർന്ന ഒരു സ്ഥലമായിട്ടാണ് സങ്കല്പം. കാരണം ദക്ഷയാഗം നടന്നു എന്ന സങ്കല്പം. അപ്പോൾ ദക്ഷയാഗം നടന്ന സ്ഥലം എന്ന നിലയ്ക്ക് കൂടിയൂരാണ് കൊട്ടിയൂരായത്. പേരങ്ങനെ വന്നതാണ്. പിന്നെ അതിൻ്റെ ശരിയായ പേര് തൃശ്ശിരാജലം. തൃശ്ശിരസ് എന്ന മഹർഷി തപസ് ചെയ്ത ഒരു പർവ്വതമുണ്ട് അവിടെ. അതുകൊണ്ട് തൃശ്ശിരാജലം തൃച്ചെറുമന്ന് എന്നാണ് പറയുക. അപ്പോൾ 1-മത്തത് തൃച്ചംബരം. ശ്രദ്ധിക്കണേ പേര്. തൃച്ചംബരം. തിരുവങ്ങാട്. 3-മത്തത് പയ്യന്നൂർ. 4-മത്തത് തൃച്ചെറുമന്ന് എന്ന കൊട്ടിയൂർ. 5-മത്തത് ഇന്ന് വയനാട് ജില്ലയിലാണ്, എങ്കിലും അത് കണ്ണൂർ ജില്ലയിലായിരുന്നു. വയനാട് ജില്ല രൂപീകരിച്ചത് കണ്ണൂരിനെ കുറച്ച് ഭാഗവും കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗവും എടുത്തിട്ടാണ്. അപ്പോൾ അത് തിരുനെല്ലി. ആ തിരുനെല്ലിയിൽ എന്താ ചുമതല? അവിടെ ആരാളുള്ളത്? അവിടെ സാക്ഷാൽ മഹാവിഷ്ണുവാണ്, മോക്ഷതനാണ്. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് നമ്മൾ പിണ്ടം വയ്ക്കാറുണ്ടല്ലോ, ബലിയിടാറുണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ ചുമതലയുണ്ട്. ഈ 4-മത്തെ ആളുടെ ചുമതല ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അവിടെ ശിവൻ ആണ് പ്രധാനമായിട്ട് സങ്കല്പം. പക്ഷേ എല്ലാവരും കൂടി ചേർന്ന സ്ഥലമാണ്. ശിവന് എന്താ ചുമതല? എങ്ങനെയാണ് നമ്മൾ ശിവനെ കാണുന്നത്, കേൾക്കുന്നത്? സംഹാരമൂർത്തി എന്നല്ലേ പറയാം. പക്ഷേ സംഹാരമൂർത്തി എന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. വേണ്ടാത്തത് ഇല്ലാതാക്കുക, വേണ്ടാത്തത് നശിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 5 പെരുമാക്കന്മാരാണ്. അവരുടെ പേര് എല്ലാവരും പെരുമാക്കന്മാരാണ്. തൃച്ചംബരത്ത് പെരുമാൾ, തിരുവങ്ങാട് പെരുമാൾ, പയ്യന്നൂർ പെരുമാൾ, തൃച്ചെറുമന്ന് പെരുമാൾ, തിരുനെല്ലി പെരുമാൾ. ഈ 5 പെരുമാക്കളുടേതായ ഒരു കോംപ്ലക്സാണ് ആ ഭാഗം. അതിൽ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണനോട് ഏറ്റവും അടുത്ത പൂന്താനം നമ്പൂതിരി സ്ഥിരമായിട്ട് ഭാഗവതം വായിക്കാറുണ്ടായിരുന്നു. ഉഷപൂജ തുടങ്ങിയിട്ട് അത് കഴിയുന്ന വരെ. അപ്പോൾ അദ്ദേഹം അവിടെ വന്നിരുന്ന് ഭാഗവതം, ഒരുപാട് പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഭാഗവതം വായിക്കും. ഭാഗവതം വായിച്ചിട്ട് പോകുമ്പോൾ ഒരു 3-4 അധ്യായം വായിച്ച് അവിടെ ഒരു അടയാളം വയ്ക്കും. ദർഭപുല്ലുണ്ട്. ദർഭപുല്ല് മുറിച്ചിട്ട് അവിടെ അടയാളം വെച്ചിട്ട് പോകും. അപ്പോഴേക്കും ക്ഷീണമായിട്ടുണ്ടാവും. കാരണം ഉഷപൂജ എന്ന് പറയുന്നത് ഒരുപാട് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് പോകുമ്പോൾ അടയാളം വെച്ച് പോകും. പിറ്റേന്ന് പൂജ തുടങ്ങാറുമ്പോഴേക്ക് വരും വായിക്കാൻ. ഗ്രന്ഥം തുറക്കും. 60-മത്തെ അധ്യായത്തിൽ ആ അടയാളം ഉണ്ടാവും. അതാണ് ഈ ഷഷ്ടി ആ അധ്യായത്തെ പറ്റി പറയണത്. അപ്പോൾ അത് കഴിഞ്ഞ് അന്നും 3-4 അധ്യായം വായിച്ച് അടയാളം വെച്ച് പോകും. അടുത്ത ദിവസം വരും. അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു.
എപ്പോഴും വരുമ്പോഴും ഈ 60-ാമത്തെ അധ്യായത്തിലായിരിക്കും അടയാളം. അങ്ങനെ എന്നും അദ്ദേഹം അത് തന്നെ വായിക്കേണ്ടി വന്നു. അതങ്ങനെ പോട്ടെ. ഒരു ഉത്സവം കഴിഞ്ഞിട്ട് ഒരു പുഴയുണ്ട്, ബാവലിപ്പുഴ എന്ന് പറയാം. അതിൻ്റെ അക്കരെയാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവകാലത്ത് മാത്രമേ അവിടെ അങ്ങോട്ട് കടക്കാൻ തന്നെ പറ്റുള്ളൂ. ഉത്സവം കഴിഞ്ഞിട്ട് എല്ലാവരും കലശാട്ട് ദിവസം ഇക്കരയ്ക്ക് വരും. ഇക്കരയ്ക്ക് വന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല, പിന്നെ അടുത്ത വർഷത്തെ ഉത്സവത്തിനേ പോകാൻ പാടുള്ളൂ എന്നാണ് നിബന്ധന. അപ്പോൾ ഇദ്ദേഹം കലശാട്ട് കഴിഞ്ഞ് അവിടുന്ന് ആ മുതലേരിയിൽ നിന്ന് വന്ന വാളൊക്കെ തിരിച്ചു പോയി. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായതുകൊണ്ട് സഹായികളുണ്ട്, അവരെയും കൂട്ടിയിട്ട് ഇക്കരയ്ക്ക് വന്നു. പക്ഷേ തൻ്റെ ഗ്രന്ഥം എടുക്കാൻ മറന്നുപോയി. അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്. ഓർമ്മക്കുറവുണ്ടാവുമല്ലോ, പ്രായം വരുമ്പോഴും നമുക്കൊക്കെ ഉള്ളത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ മറന്നു പോയത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ആ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഗ്രന്ഥം എടുക്കാൻ മറന്നുപോയി, അതെടുത്തിട്ട് വരാം. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, അയ്യോ തിരുമേനി, അങ്ങനെ പോകാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ, വിലക്കില്ലേ. പക്ഷേ ഞാൻ എൻ്റെ ഭാഗവതില്ലാതെ എങ്ങനെയാ കഴിയുക? അത്രയും വിഷമിച്ചു. ആ വിഷമം മറ്റുള്ളവർക്കും മനസ്സിലായി. പക്ഷേ അവർ സമ്മതിച്ചില്ല, പോകാൻ പറ്റില്ല. എന്നാലും പൂന്താനം ഞാനത് എടുത്തിട്ട് വരിക എന്ന് പറഞ്ഞു പോയി. അപ്പോൾ നീണ്ട ഏതാണ്ട് ഇതിലധികം, ഇതിൻ്റെ ഒരു ഇരട്ടി നീളുണ്ടാവും നട, പടിഞ്ഞാറേ നടയാണ്. അവിടെയാണ് നമ്മൾ ഭക്തരെ അതിലൂടെയാണ് പോകേണ്ടതെന്നാണ്. ഇപ്പോൾ കിഴക്കേ നടയിലെ കൂടി വരുന്നുണ്ട്, പക്ഷേ ഇതിലൂടെയാണ് പോകേണ്ടത്. അത് ഇങ്ങ് ദൂരെ നിന്ന് കാണാം. അങ്ങനെ ഏതാണ്ട് ആ പുഴ കടന്ന് അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് ഭാഗവതം വായിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചു. കുറച്ചും കൂടി മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും ക്ഷീണിച്ച് അവശനായി. അവിടെ ഒരു പാറയുണ്ട്, അതിൻ്റെ മുകളിൽ ഊന്നി നിന്നിട്ട് അതിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ വായിക്കുന്നത് കരശീത്ത അധ്യായം. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാട്ടാളൻ ആ തറയിൽ ഇരുന്നിട്ടുണ്ട്. അടുത്ത് തന്നെ അത് കേട്ടുകൊണ്ട് ആ കാട്ടാളത്തി ഇരിക്കുന്നുണ്ട്. ഒരു കാട്ടാളനും കാട്ടാളത്തി, രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോഴേ അവിടെ ശ്രദ്ധിച്ച് അത് മുഴുവൻ കേട്ട് നിന്നു അവസാനിക്കുന്നത് വരെ. അവസാനിച്ചിട്ട് ആ കാട്ടാളൻ കാട്ടാളത്തിയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എൻ്റെ വായന? എങ്ങനെയുണ്ട് കൃഷ്ണേട്ടാ വായന? അസലായി. അത് പറയാനുണ്ടോ? അസലായിട്ടുണ്ടോ എന്ന് പറയും. പക്ഷേ എന്നാലും പൂന്താനം വായിച്ച പോലെ ആയില്ല. ഇത് കേട്ടപ്പോൾ പിന്നെ ഇയാൾക്ക് നിൽക്കകളിയില്ല. അവിടെ എങ്ങനെയൊക്കെയോ ഓടിച്ചെന്ന് അവിടെ സാഷ്ടാംഗം പ്രണമിച്ചു. അപ്പോൾ ഒരു നോട്ടാണ്, എന്താ വന്നത് എന്ന്. വിലക്കുണ്ടല്ലോ, ഇന്ന് വരാൻ പാടില്ലല്ലോ, എന്താ വന്നത് എന്ന അർത്ഥത്തിൽ കാട്ടാളിനൊരു തുറിച്ച നോട്ടാണ്. അത് കണ്ടപ്പോൾ ഇയാളാകെ അമ്പരന്ന്, ഞാൻ എൻ്റെ ഭാഗവതം എടുക്കാൻ വേണ്ടി വന്നതാണ്, വിനയത്തോടു കൂടി പറഞ്ഞു. പൊയ്ക്കോളൂ, അതിവിടെ കിട്ടില്ല, വടക്കുന്നാഥൻ്റെ വടക്കേ ഉത്തരത്തിലുണ്ടാവും, അവിടെ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നാണ്. വീണ്ടും നമസ്കരിച്ചു. അല്പം വിഷമത്തോടു കൂടിയാണെങ്കിലും മടങ്ങി. അങ്ങനെ വടക്കുന്നാഥൻ്റെ വടക്കേ ഉത്തരത്തിൽ നിന്ന് ആ പുസ്തകം കിട്ടിയെന്നാണ്. അപ്പം എന്താ ഇതിൻ്റെ കാര്യം? ഈ കർഹിജിത അധ്യായം ഭഗവാൻ എപ്പോഴും കേൾക്കണം. അപ്പം ഭാഗ്യവശാൽ പൂന്താനം ഈ പുസ്തകം അവിടെ വെച്ച് പോയതുകൊണ്ട് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ കർഹിജിത അധ്യായത്തിലെ വിഷയം അത്രമാത്രം ജഗൽപിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ ആകർഷിച്ചിട്ടുള്ള, വശീകരിച്ചിട്ടുള്ള ഒരു കഥയാണ്. അത് മറ്റൊന്നുമല്ല. നമുക്കൊന്ന് അവിടേക്ക് പോയിക്കൂടെ? ആ ഭഗവാന്റെ മണിയറ എന്തൊരു മനോഹരം അറിയോ? അത് ഒന്ന് കാണാൻ ഭാഗ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതാണ് ഇവിടെ തുടങ്ങുന്നത്. കരിഹിജിത്ത്. ഈ അധ്യായത്തിൻ്റെ പേര് കരിഹിജിത്ത് എന്നാണ്. കരിഹിജിത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. നമ്മൾ കുട്ടികളോടൊക്കെ കഥ പറയുമ്പോൾ പണ്ടൊരു കാലത്ത് എന്ന് പറയാറില്ല, അതന്നെ ഒരിക്കൽ, ഒരു ദിവസം നടന്ന സംഭവമായിരുന്നു. അപ്പോൾ കരിഹിജിത് സുഖമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതിം പര്യജനത് ഭൈഷ്ണീ വ്യജനേന സഖീജനൈ
യസ്ത്വേതല്ലീലയാവിശ്യം സൃജത്യത്യവതീശ്വര സഹിജാത സ്വസേതൂനാം ഗോപീധായേതുഷ്വജ. ഭഗവാൻ കൃഷ്ണൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ആളാണ്, ലീലാമാനുഷനാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, കാളിന്ത്യാറ്റിൻകരയിൽ കണ്ണിന്നമൃതാരേ പരപ്പിലുണ്ടൊരാരോമൽ പച്ചപ്പുൽ തകിടിപ്പുറം അനന്തമഹിമാവെന്തുമാ വൃന്ദാവന ഭൂമിയിൽ മാടുമേച്ചു കളിച്ചാൻ പോൽ മായാമാനുഷനൻ പുരാൻ. ലീലാമാനുഷനാണ്, മായാമാനുഷനാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം ഏത് ഈശ്വരനാണോ ലീലയ്ക്ക് വേണ്ടിയിട്ട്, ലീലഹേതുവായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്, ആ അദ്ദേഹത്തിന് ജന്മമില്ല കേട്ടോ. ജന്മരഹിതനായ ഈശ്വരൻ തന്നെ തന്നാൽ തന്നെ സ്ഥാപിതങ്ങളായ ധർമ്മമര്യാദകളുടെ പാലനത്തിന് വേണ്ടിയിട്ട് യാദവ കുലത്തിൽ വന്ന് ജനിച്ചു എന്നാണ്. യസ്ത്വേതല്ലീലയാവിശ്വം സൃജത്യത്യവതീശ്വര സഹിജാത സ്വസേതൂനാം ഗോപീധായേതുഷ്വജ. ആ ശ്ലോകം അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ശ്ലോകമൊന്നും പറഞ്ഞു പോകാൻ സമയമുണ്ടാവില്ല. 5 മിനിറ്റായി, ഇനി 25 മിനിറ്റുണ്ട്. ആ സമയം കൊണ്ട് ചുരുക്കിയിട്ട് വിസ്തരിച്ചിട്ട് പറയാം. ചുരുക്കി വിസ്തരിച്ചിട്ട് പറയാം, അല്ല പറ്റില്ലല്ലോ. അപ്പോൾ ആ മണിയറ, ഭഗവാന്റെ മണിയറ, അവിടെ വിധാനങ്ങളുണ്ട്, ശരറാന്തലുകളുണ്ട്. മാത്രമല്ല പാരിജാതത്തിൻ്റെ ഗന്ധം അവിടെ പരന്നിട്ടുണ്ട്. പാരിജാതത്തിൻ്റെയും ധൂപ, ഈ അകരു, ചന്ദനം മുതലായവ പുകച്ചിട്ടുള്ള അതിൻ്റെ ഗന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാരിജാതം ശരിക്കും അവിടെയല്ല കേട്ടോ, രുക്മിണിയുടെ ഗൃഹത്തിലല്ല. പാരിജാതം വന്ന കഥ അറിയാലോ. നരകാസുരൻ്റെ വധത്തിന് പോകുമ്പോൾ സത്യഭാമയും കൂടി ഉണ്ടായിരുന്നു. നരകാസുരൻ ഇന്ദ്രൻ്റെ അമ്മയുടെ കുണ്ടലങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ അത് അവിടെ എത്തിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് സത്യഭാമയെ കൂട്ടിയിട്ട് ദേവലോകത്ത് പോയ ഇന്ദ്രൻ്റെ സദസ്സിലേക്ക് ചെന്നതാണ്. അവിടെ ആ കുണ്ടലങ്ങളൊക്കെ ഏൽപ്പിച്ചു. എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ സത്യഭാമയ്ക്കൊരു മോഹം, ഈ അത്യധികം സുഖമുള്ള ഗന്ധമുള്ള ഈ പാരിജാതൊന്ന് അതിൻ്റെ ഒരു കമ്പ് കിട്ടിയാൽ മതി, കൊമ്പ് കുഴിച്ചിട്ട് അത് വളരും, അങ്ങനെയാണ്. അപ്പോൾ അതൊന്നും കിട്ടിയാൽ തിരക്കേടില്ല, നമ്മുടെ വീട്ടിൽ കൊണ്ടേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ ഇന്ദ്രനോട് പറഞ്ഞു. പക്ഷേ ഇന്ദ്രനുണ്ടല്ലോ, എത്രയൊക്കെ ഇന്ദ്രന് വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട്, തരാൻ പറ്റില്ല. യുദ്ധം വേണ്ടി വന്നു എന്നാണ്. യുദ്ധം ചെയ്തു. പാരിജാതം അപ്പടി വീഴുന്നിടത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു ഇവിടെ. എവിടെ? സത്യഭാമയുടെ മുറ്റത്ത്. പക്ഷേ ഈ പാരിജാതത്തിനൊരു കുഴപ്പമുണ്ട്, അതിൻ്റെ കൊമ്പിങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. അത് ഈ രുക്മിണിയുടെ ഭവനത്തിൻ്റെ മതിലിൻ്റെ അടുത്താണ് കൊണ്ടുവച്ചത്. അപ്പോൾ അവിടത്തേക്കാണ് ഈ പൂ മുഴുവൻ വീഴുക. അതിലെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഭഗവാൻ സത്യഭാമ രുക്മിണി എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ല. അത് നാരദം വന്നപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാ സ്ഥലത്തും. അപ്പോൾ ആ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പാരിജാതം സത്യഭാമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അവിടെ ഏതായാലും ഗന്ധം കിട്ടും, എന്നാൽ ഇങ്ങോട്ടും ആയിക്കോട്ടെ, പൂവൊക്കെ ഇവിടെ വീഴോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പാരിജാതം ധൂപത്തിൻ്റെ അകരു മുതലായ പുകച്ചിട്ടുള്ള ആ ഗന്ധം, ഇങ്ങനെയുള്ള അതിമനോഹരമായ ആ മണിയറയിൽ ഒരു ആട്ടുകട്ടിലിൽ പയഭേന നിഭേശയ്യേ ദാന്താരുക്മപരിച്ഛതാം, നല്ല വൃത്തിയുള്ള എന്താ ഈ പാൽപത എന്നല്ല പറയുന്ന, പാൽ തൂത എന്ന് പറയും ചിലരെങ്കിലും, അതുപോലെ മനോഹരമായ വെണ്മേറിയ വിരിപ്പ് വിരിച്ചിട്ടുണ്ട്. ആ വിരിപ്പിൽ ആട്ടുകട്ടിലിരുന്നിട്ട് ഭഗവാൻ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഒരു അത്താഴം കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രി. അപ്പം അവിടെ പരിചാരികൾ ഇഷ്ടംപോലെയുണ്ട്, തോഴിമാരൊക്കെ ധാരാളമുണ്ട്. തോഴിമാർ വെഞ്ചാവരെടുത്തിട്ട് ഇങ്ങനെ വീശി കൊടുക്കുകയാണ് ഭഗവാൻ. അപ്പോൾ രുക്മിണിക്കൊന്ന് ഒരു തോന്നൽ, അതിങ്ങ് പിടിച്ചു വാങ്ങി. ആ വെഞ്ചാമരം പിടിച്ചു വാങ്ങി, ബാലവിഭജനമാതായ പിടിച്ചു വാങ്ങിയതാണ്. ഇവർ പോയിക്കോട്ടെ എന്നല്ല, ഞാനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്, ഇതിനെ ഇവരൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് ഭഗവാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ പക്ഷഭേദം കാണിക്കാൻ പാടില്ല എന്ന് തന്നെ.
അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചു. ആദ്യതാണ് നല്ലോണം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഇതിനൊരു കൊട്ട് കൊടുക്കണം. സാധാരണ രുക്മിണി എന്ന് വിളിക്കാറുണ്ട്. ഇനി കുറച്ചുകൂടി പ്രേമ സ്നേഹമൊക്കെ വരുമ്പോൾ രുക്മിണിയാണ് കേട്ടോ, രുക്മിണിയല്ല, രുക്മിണി. സ്വർണ്ണ ഇന്നലെ പറഞ്ഞല്ലോ അത്. അപ്പോൾ രുക്മിണി എന്ന് വിളിക്കുന്നതിന് പേര് രുക്കു എന്ന് വിളിക്കാറുണ്ടോ എന്ന് അറിയില്ല, ഉണ്ടാവുമായിരിക്കും അല്ലേ? അങ്ങനെ വിളിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഏതായാലും ഇന്ന് വിളിച്ചത് അങ്ങനെയല്ല, രാജപുത്രി. ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ആദ്യമായിട്ടാണ് രാജപുത്രി എന്നുള്ള വിളി വന്നത്. ഇതുവരെ എന്ന് പറയുമ്പോൾ എത്ര കാലമായി? ഇപ്പം കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസമാണെന്നൊക്കെ വിചാരിക്കും, അതല്ല, എത്രയോ വർഷങ്ങളായി. തൻ്റെ പ്രദ്യുമ്നൻ്റെ മകനായ അനിരുദ്ധൻ്റെ വിവാഹം കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലം നമുക്ക് ഏകദേശം കണക്ക് കൂട്ടാം. അത്രയും കാലത്തിന് ശേഷമാണ് ആദ്യമായിട്ട് രാജപുത്രേ എന്നൊരു വിളി. ഇത് കേട്ടപ്പോൾ തന്നെ അല്പം നമ്പരുന്നു, ഇതെന്താ ഇങ്ങനെ വിളിക്കുന്നു? എന്നിട്ട് പറയാണ്, രാജപുത്രേ സിതാഭൂവേർ ലോകപാല വിഭൂതിവേ മഹാനുഭാവേ ശ്രീമദ്ഭേ രൂപൗദാര്യവലോർജിതേ. അല്ല രുക്മിണി, അന്ന് രാജപുത്രി എന്നാണ്. രാജപുത്രി അന്ന് സ്വയംവരത്തിൻ്റെ ആ വേദിയിൽ എത്ര കേമന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ജരാസന്ധനുണ്ട്, ദന്തഭക്തനുണ്ട്, സാൽവനുണ്ട്, ശിശുപാലനുണ്ട്. ശിശുപാലന് കൊടുക്കാമെന്നല്ലേ തീരുമാനിച്ചിരുന്നത് എൻ്റെ ഏട്ടൻ. എന്നിട്ട് എന്തിനാ ഈ അയോഗ്യനായ, ഈ നിഷ്കിഞ്ചനായ ഇവരൊക്കെ പേടിച്ചിട്ട് അങ്ങ് സമുദ്രത്തിൽ പോയി ഒളിച്ചു നിൽക്കുന്ന എന്നെ സ്വീകരിച്ചത്? വല്ല കാര്യമുണ്ടായിരുന്നോ? ഇവരൊക്കെ കേമന്മാരാണ്. അത് അവർക്ക് ധനമുണ്ട്, സൈന്യശക്തിയുണ്ട്, എല്ലാ ശക്തിയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അവരൊക്കെ വേണ്ട വെച്ചിട്ട് നിഷ്കിഞ്ചനാമയം ശശ്വൻ നിഷ്കിഞ്ചന ജനപ്രിയ, നിഷ്കിഞ്ചനായ നിർധനനായ, ഒരു വസ്തു ഇല്ലാത്ത, നയാ പൈസയില്ലാത്ത, നിന്റെ വീട്ടിൽ പോകണമെങ്കിൽ തന്നെ ഏട്ടനോട് കടം വാങ്ങേണ്ട അവസ്ഥയുള്ള എന്നെ എന്തിനാ സ്വീകരിച്ചത്? ഞാൻ നിഷ്കിഞ്ചനാണെന്ന് മാത്രമല്ല, എനിക്ക് കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ആരാ? നാരായണ നാരായണ നാരായണ, കുറച്ച് താടിയൊക്കെ നീട്ടിയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നിഷ്കിഞ്ചന്മാർ തന്നെ. എന്നിട്ടും നീ എന്നെ സ്വീകരിച്ചു. വേണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വെറുതെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല, നിന്നെ അർത്ഥിച്ചിട്ട് വന്നതാണ്. താൻ പ്രാപ്താൻ അർത്ഥിനോ, അതാണ്. നിന്നെ കാണിച്ചിട്ട് വന്നതാണ്, നിന്നെ മോഹിച്ചിട്ട്, നിന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട്, വധുവായിട്ട് ഭാര്യയായിട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. സ്വയംവരല്ലേ? അപ്പോൾ സ്വയംവരാകുമ്പം ഇങ്ങനെ നിരന്നിരുന്നിട്ടുണ്ടാവും. ഈ വധു ഒരു മാലയായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ തോഴി പറഞ്ഞു കൊടുക്കും, ഇത് ഇന്ന ആളാണ്, ജരാസന്ധനാണ്. അങ്ങനെ അവരുടെ ശ്രേഷ്ഠത്വം മുഴുവൻ വിവരിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈ ജരാസന്ധൻ്റെ മുഖത്ത് ഒരു ഭാഗത്ത് നല്ല വെളിച്ചമുണ്ടാവും. അവ വരുന്നുണ്ട്, എന്നെ സ്വീകരിക്കും എന്നുള്ളൊരു തോന്നൽ, ഫ്ലാഷ് ലൈറ്റ് പോലെ കേട്ടോ. പക്ഷെ അങ്ങ് കടന്നുപോയി. അടുത്ത ആളെടുത്തെത്തുമ്പോൾ അയാളെ മുഖം ഒന്ന് തെളിഞ്ഞു. അവിടുന്ന് കടന്നു പോകുമ്പോൾ അയാളുടെ മുഖയിലുണ്ടു. സഞ്ചാരിണി ദീപശിഖേവരാത്രൂയം വരിയായ പതിം വരാസ നരേന്ദ്രമാർഗാട്ടൈവ പ്രവേദേ വിവർണഭാവം ഭൂമിപാലന്മാരുടെ മുഴുവൻ മുഖത്ത് വിവർണഭാവം ഉണ്ടായതാണ്. ലൈറ്റ് അടിക്കുക, ലൈറ്റ് മങ്ങുക, അതന്നെ വിവർണഭാവം. അപ്പോൾ ഓരോരുത്തരുടെയും മുഖത്തിങ്ങനെ ഭാവം മാറി മാറി വന്നു. അവരൊക്കെ കടന്നുപോയി. എന്നിട്ട് ഈ ആട്ടിടയനെ സ്വീകരിച്ചു എന്നാണ്. എന്തിനാ? വേണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ നിന്നെ അർത്ഥിച്ചിട്ട് വന്നതാണ്. ഇപ്പോഴും നിന്നെ സ്വീകരിക്കാൻ തയ്യാറാട്ടോ. അതുകൊണ്ട് രുക്മിണി അവരെ ആരെങ്കിലും സ്വീകരിച്ചോളൂ. ഒന്നതിൽ എനിക്കൊരു വിരോധമില്ല കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് ഗേഹബന്ധമില്ല, ദേഹബന്ധമില്ല, ധനം, ഭാര്യ, പുത്ര, മിത്രാദികൾ, ഇതിനൊന്നും ആശയില്ലാത്ത, ആഗ്രഹമില്ലാത്ത ആത്മാരാമനായിട്ടുള്ള എന്നെ വെറുതെ വിട്ടാൽ മതി. അതുകൊണ്ട് രുക്മിണി പൊക്കോളൂ.
പിന്നെ അന്ന് ആ സ്വയംവരത്തിന് അച്ഛൻ ഒരുപാട് സാധനങ്ങൾ കൊടുത്തു വെച്ചിട്ടില്ലേ, ധാരാളം സാധനങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ രുക്മിണി കൊണ്ടുപോയിക്കോളൂ. ഇനി അത് കൊണ്ടുപോകാൻ വിഷമിക്കൊന്നും വേണ്ട, ഇവിടുത്തെ ഏരുണ്ടല്ലോ, ഞാൻ എത്തിച്ചേരാന്ന്. ഇനി അതൊന്നും അല്ലാതെ ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോയിക്കോളൂ, ഒരു വിഷമമില്ല. ആ ശിശുപാലനെയോ, ശിശുപാലന ആണ് അയാൾ നാളൊക്കെ വിട്ടുപോയതാ, ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ശിശുപാലനെയോ ദന്തഭക്തനെയോ ജരാസന്ധനെയോ ആരെയായാലും സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേ രുക്മിണി ഇതൊക്കെ കേട്ട് തല താഴ്ത്തി നിന്നു. വിശറി കയ്യിൽ നിന്ന് വീണുപോയി. ആ പിടിച്ചു വാങ്ങിയ വിശറി കയ്യിൽ നിന്ന് വീണുപോയി. ബോധം കേട്ടു. വീഴാൻ പോകുമ്പോഴേ ഭഗവാൻ ആരെയും വീഴാനും അനുവദിക്കില്ല. പരീക്ഷിക്കും, പക്ഷേ ഉപേക്ഷിക്കില്ല. അത് കണ്ടപ്പോൾ ഭഗവാൻ തദ്ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണ പ്രിയായ പ്രേമബന്ധനം ഹാസ്യപ്രൗഢിമജാനന്ദ്യ കരുണസ്വന്വകംവദ. അത് കണ്ടപ്പോൾ ഭഗവാൻ ഇനി ഇവളെ ഒന്ന് ഇങ്ങനെ വിഷമിപ്പിക്കണ്ട, സമാധാനിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് സാന്ത്വനോപായം നന്നായിട്ട് അറിയുന്ന ആളാണല്ലോ, സാന്ത്വനപ്പെടുത്താൻ ആരംഭിച്ചു. എങ്ങനെ? അല്ല രുക്മിണി, എന്തിനാ ഇത്രയൊക്കെ പരിഭ്രമിക്കുന്നത്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആ നിൻ്റെ മുഖം ഒന്ന് ചുവന്ന് കാണാൻ എന്തൊരു രസമാട്ടോ. അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ തമാശയായിട്ട് പറഞ്ഞു. ഇത് ഇത്രയൊക്കെ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ? എന്തിനാ ഇങ്ങനെ പരിഭ്രമിച്ചത് എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കളിച്ച് മടിയിൽ പിടിച്ച് കിടത്തുന്ന. എങ്ങനെ? ശ്രീകൃഷ്ണന് എത്ര കൈകളുണ്ട് അറിയില്ലേ? 2 ഉള്ളൂ. പക്ഷേ ഇവിടെ താമുത്ഥാപ്യ ചതുർഭുജം 4 കൈകളും കൊണ്ട് താങ്ങിയെടുത്തു എന്നാണ്. അപ്പോൾ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. അപ്പോൾ ഇതാരായിരിക്കണം? സാക്ഷാൽ മഹാലക്ഷ്മി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മടിയിൽ കിടത്തി സാന്ത്വനിപ്പിച്ചു. കുറച്ച് സമാധാനമായി. ഈ കുറച്ച് സമാധാനമായപ്പം 16 കുറ്റങ്ങൾ ശ്രീകൃഷ്ണൻ അവനവനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനെല്ലാം പറഞ്ഞിട്ടില്ല, ഓരോ ശ്ലോകം എടുത്ത് വ്യാഖ്യാനിച്ചാൽ നമുക്ക് സമയം ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിനൊക്കെ രുക്മിണി ഉരുളക്കുരുളക്കുപേരിയായിട്ട് മറുപടി പറഞ്ഞതാണ്. അതിലടുത്ത് ഭഗവാൻ ഈ തമാശ പറഞ്ഞതാണ്, നിൻ്റെ മുഖമൊന്ന് ചുവന്ന് കാണാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിലൊന്ന് പറയുന്നുണ്ട്, അയം ഹേ പരമോ ലാഭോ, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. എന്താ നിന്നെ കിട്ടിയില്ലേ ഭാര്യയായിട്ട് എന്നാണ്. ഇവിടെ രുക്മിണി ലക്ഷ്മിയുടെ അവതാരമാണ്. ലക്ഷ്മി ധനത്തിൻ്റെ അതിദേവതയാണ്. അപ്പോൾ ധനം കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കില്ല. ഭഗവാൻ ഇതിൽ ആഗ്രഹമൊന്നുമില്ല, എങ്കിലും അവളെ സാന്ത്വനപ്പെടുത്താൻ പറയാണ്. അപ്പോൾ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നാണ്. അയം ഹി പരമോ ലാഭ, ഞാനാണ് ഏറ്റവും ധനികൻ, ഭാഗ്യവാൻ എന്നൊക്കെ അർത്ഥം. ഇത് ഈ ഭാഗവതത്തിൽ 3 തവണ പറഞ്ഞിട്ടുണ്ട്. ഒന്നിവിടെ കൃഷ്ണൻ പറയുന്നത്, മറ്റൊന്ന് കുചേലൻ പറയുന്നുണ്ട്. ഓർമ്മയുണ്ടാവും? ആ അവല് കൊടുത്തിട്ട് ഭഗവാനെ കാണാൻ പോവുക. അയം ഹി പരമോ ലാഭോ ഉത്തമ ശ്ലോക ദർശനം പറഞ്ഞില്ലേ? അതുപോലെ പിന്നെ ഒടുവിൽ മാർക്കണ്ഡേയൻ്റെ കഥയിലും ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ ഈ അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ട് കുട്ടിയൊക്കെ ഒരു അസൈൻമെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് മാർക്കണ്ഡേയൻ്റെ കഥയിൽ എവിടെയാണ് പറഞ്ഞത്? അയം ഹി പരമോ ലാഭ. എല്ലാവർക്കും ഭാഗവതം ഉണ്ടല്ലോ കയ്യിൽ, അതുകൊണ്ട് അതൊന്ന് കണ്ടുപിടിക്കുക. ഏതായാലും ഇങ്ങനെ 3 സ്ഥലത്താണ് ഭാഗവതത്തിൽ അയം ഹി പരമോ ലാഭോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണൻ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അതും കേട്ടപ്പോൾ രുക്മിണിക്ക് വളരെ വളരെ സന്തോഷമായി. ഭഗവാൻ പറഞ്ഞത് അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേദിനം എന്നോർമ്മേർ നിയതയാമ പ്രിയയാഭീരുഭാമിനി എന്നാണ്. അപ്പോൾ അങ്ങനെ സാന്ത്വനിപ്പിച്ചതിന് ശേഷം ഓരോന്നിനും, അതായത് ഈ 16 കുറ്റപ്പെടുത്തലിനും
തന്നെ കുറ്റപ്പെടുത്തിയതാണ്. രുക്മിണി പറഞ്ഞു. അതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഉത്തമന്മാർ അധമന്മാർ തമ്മിലുള്ള വിവാഹം നമുക്കറിയാമല്ലോ. അത് പൊരുത്തം നോക്കാന്ന് കേട്ടില്ലേ? ജാതകം നോക്കി പൊരുത്തം കണ്ടുപിടിക്കുക. 10 പൊരുത്തം ആണ് ആകെയുള്ളത്. ഇനി 10 ഇല്ലെങ്കിൽ ഒരു 8 കിട്ടിയാൽ മതി. 8 ഇല്ലെങ്കിൽ 6 ആയാലും മതി, മധ്യമായിട്ട് ഒപ്പിക്കുക എന്നൊക്കെ ജ്യോത്സ്യം പറയും. 6 ഇല്ലെങ്കിലോ 4 ആവാം, കുറച്ച് പോരാണ്ടുണ്ട്, എന്നാലും അത് ആയാലും മതി. ഇങ്ങനെ പൊരുത്തം നോക്കിയിട്ട് വേണമല്ലോ വിവാഹം ഒക്കെ അങ്ങനെയല്ലേ തീരുമാനിക്കാറ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല. അതായി പറഞ്ഞതിൻ്റെ അർത്ഥം. നിഷ്കിഞ്ചനാണ്, ദരിദ്രനാണ്, എനിക്ക് അവിടെ വരണം, എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചു വാങ്ങണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇതിനൊക്കെ ഭഗവതി രുക്മിണി അങ്ങോട്ട് മറുപടി പറയണ്ട. അങ്ങ് പറഞ്ഞില്ലേ ഈ പൊരുത്തൊക്കെ നോക്കണമെന്ന്. ബ്രഹ്മാവും മഹാദേവനും ഇന്ദ്രാദികളും ലോകപാലന്മാരും എല്ലാം അങ്ങയെ ആരാധിക്കുന്നു. അങ്ങനെയുള്ള അവരെ ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അവരെ ഒന്നും സ്വീകരിക്കാത്ത എനിക്ക് പിന്നെ മറ്റ് ആരാ വേണ്ടത്? എനിക്ക് അങ്ങേ തന്നെ വേണ്ടു. അങ്ങനെ പറഞ്ഞു. പിന്നെ അങ്ങയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഈ വിശ്വം തന്നെ അങ്ങല്ലേ. അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാ വേറെ ധനം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ സമുദ്രത്തിൽ പോയി ഒളിച്ചതാണ് ഈ ജരാസന്ധനെ പേടിച്ചിട്ട് എന്നുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങ് ഈ സമുദ്രത്തിനെ പോലും ഒതുക്കിയിട്ടുള്ള ആളാണ് എന്നാണ്. സമുദ്രത്തിൽ ഇരിപ്പുറച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഓരോന്ന് എടുത്ത് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞു. എന്നിട്ട് ഒടുവിൽ പറയാണ് നൈവാളികമഹം മന്യേ വചസ് 16 എണ്ണമുണ്ട്, 16 പറയുന്നില്ല. നൈവാളികമഹം മന്യേ വചസ്സേ മധുസൂദന അമ്പായ ഇവഹിപ്രായ കന്യാസ്യാദ്രതിക്കുചൻ. അതൊന്ന് വ്യക്താക്കേണ്ടത് കൊണ്ടാണ്. അംബിക അംബാലിക കാശിരാജാവിൻ്റെ പുത്രിമാർ. ഇവരെ വിചിത്രവീര്യന് വേണ്ടി ഭീഷ്മർ പിടിച്ചു കൊണ്ടുവന്ന കഥ. കാശിരാജാവ് തൻ്റെ പുത്രിമാരെ സ്ത്രീകളായിട്ട്, അതായത് ആർക്കാണോ വേണ്ടത് പിടിച്ചു കൊണ്ടുപോകും, വീര്യശുൽക്കകളായിട്ട് നിശ്ചയിച്ചു. അപ്പോൾ അത് കൊണ്ടാണ് രാജാക്കന്മാർ പലരും വന്നിട്ടുണ്ട് അവിടെ. വിചിത്രവീര്യൻ എന്ന തൻ്റെ സഹോദരന് വേണ്ടിയാണ് ഭീഷ്മർ ഇവരെ പിടിച്ചു കൊണ്ടുപോകാൻ വന്നത്. യുദ്ധം ചെയ്തു സകല. ഭീഷ്മരോടൊന്നും ആർക്കും ഇടാൻ പറ്റില്ലല്ലോ. ഭീഷ്മർ എല്ലാവരെയും തോൽപ്പിച്ച് ഇവരെ 3 പേരെയും പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ അംബിക അംബാലിക 3 പേരാണ്. അതിൽ അംബികയ്ക്കും അംബാലികയ്ക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അംബ ചെറിയൊരു പ്രേമത്തിലായിരുന്നു. അത് ഭീഷ്മരോട് പറഞ്ഞു, എന്നെ വിടണം, ഞാൻ സാല്വ രാജാവിൽ അനുരക്തിയാണ്, അപ്പോൾ എന്നെ വിടൂ, ഞാൻ പോയിക്കോളാം. ഭീഷ്മർ പറഞ്ഞു, അങ്ങനെയാണ്, നീ അയാളിൽ മനസ്സ് ഉറപ്പിച്ച ആളാണല്ലേ, എന്നാൽ പോയിക്കോളൂ പറഞ്ഞു. വിട്ടപ്പോഴേ നമ്മൾ ഓടിപ്പോയി സാലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് അനിതാ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്, എന്നെ സ്വീകരിക്കണമെന്നു. സാലിൻ്റെ പറഞ്ഞ്, നീ അയാൾ പിടിച്ചുകൊണ്ട് പോയ, വേണ്ട, നീ പോയിക്കോ. ഇങ്ങനൊരു കഥ രാമായണത്തിലുണ്ട് അല്ലേ? ഏതാ? ശൂർപ്പണക ലക്ഷ്മണൻ്റെ അടുത്തും രാമൻ്റെ അടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓടം പായും പോലെ എന്ന് പറയും, ഓടം പായും പോലെ ഓടിയ കഥ. അതുപോലെ ഇവിടെ. അപ്പോൾ സാലുവിൻ്റെ അടുത്ത് ചെന്നു, അയാൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. തിരിച്ചു വന്നു വീണ്ടും ഭീഷ്മരുടെ അടുത്ത്, അവിടെ എന്നെ സ്വീകരിക്കുന്നില്ല, ഇവിടെ തന്നെ സ്വീകരിക്കണമെന്നു. വേണ്ട, നീ അതിൽ മനസ്സുറച്ചുകൊണ്ട് നീ ഇവിടെ വേണ്ട, ഇവർ 2 പേര് മതി, 2 പത്നിമാരുണ്ട്. അന്നൊക്കെ അനവധി പത്നിമാരുണ്ടാവും. അപ്പോൾ ഇവർ 2 പേര് മതി എന്ന് പറഞ്ഞിട്ട് ഭീഷ്മർ പിന്നെയും തിരിച്ചയച്ചു. ഇവൾ ദുഃഖത്തോടു കൂടി തിരിച്ച് പോകുമ്പോൾ പരശുരാമനെ കണ്ടു. ഈ പരശുരാമൻ ഭീഷ്മരുടെ ഗുരുവാണ്. ഭീഷ്മർക്ക് വിദ്യ മുഴുവൻ ഉപദേശിച്ച് ശാസ്ത്ര വിദ്യകൾ മുഴുവൻ പഠിപ്പിച്ചിട്ടുള്ളത് പരശുരാമനാണ്. പരശുരാമനെ കണ്ടപ്പോൾ
തസ്യാശ്ച ദൃഷ്ട്വാ രൂപം ച വയശ്ചാഭിനവം പുനഃ സൗകുമാര്യം വരം ജീവ രാമശ്ചിന്താവരോ ഭവേൽ. ആ അതിമനോഹരമായ രൂപമുള്ള ഈ കന്യകയെ കണ്ടപ്പോൾ പരശുരാമൻ അത്ഭുതപ്പെട്ടു എന്നാണ്. തസ്യാശ്ച രൂപം ദൃഷ്ട്വാ ച വയശ്ച അഭിനവം പുനഃ. കുട്ടിയാണ്, അധികം പ്രായമൊന്നുമായിട്ടില്ല. അങ്ങനെയുള്ള ഈ സുകുമാരിയായിട്ടുള്ള കന്യക ആരാണ് എന്നുള്ള അത്ഭുതം. അപ്പോൾ ഇവളുടെ അനുഭവങ്ങൾ പരശുരാമനോട് പറഞ്ഞു. ഇങ്ങനെ ഞാൻ സാൽവേൽ രാജാവിലെ അനുരക്തിയായിരുന്നു. എന്നെ അച്ഛൻ വീര്യശിൽക്കായിട്ട് നിശ്ചയിച്ചു. ഭീഷ്മർ പിടിച്ചുകൊണ്ടുപോയി. അവിടുന്ന് ഞാൻ അനുവാദം വാങ്ങിയിട്ട് സാലുവിൻ്റെ അടുത്ത് പോയി. സാലു എന്നെ സ്വീകരിച്ചില്ല. ഇതിനൊക്കെ കാരണക്കാരൻ ഭീഷ്മരാണ്. അതുകൊണ്ട് ഭീഷ്മരെ ഒന്ന് ഒതുക്കണം. അന്ന് ഭീഷ്മരുടെ ഗുരുവല്ലേ. അതുകൊണ്ട് ഭീഷ്മരെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം, അനുസരിപ്പിക്കണം എന്നാണ്. അനുസരിപ്പിക്കണം എന്നെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പരശുരാമൻ ഭീഷ്മരെ വിളിച്ച് പറഞ്ഞു. പക്ഷേ അയാൾ കൂട്ടാക്കിയില്ല. കൂട്ടാക്കാത്തത് കൊണ്ട് യുദ്ധം വേണ്ടി വന്നു. ഭീഷ്മർ പരശുരാമനെ തോൽപ്പിച്ചു, ഗുരുവിനെ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് നിൽക്ക കളിയില്ല. എന്താ ചെയ്യുക? ദിഗ്ഭീഷ്മം ദിക്ഷമേ മന്ദം വിതരം മൂഢചേതസം യേനാഹം വീര്യശുൽക്കേന വണ്യസ്ത്രീവൽ പ്രവേരിത ദിങ് മാം ദിക് സാലുരാജാനം ദിക് ദാതാരമസാപിച്ച. ദിക്ക് എന്ന് പറഞ്ഞാൽ വെറുക്കുന്നു എന്നാണ്. ദിക് ഭീഷ്മം, ഞാൻ ഭീഷ്മനെ വെറുക്കുന്നു. ദിക്ഷമേ മന്ദം വിതരം മൂഢചേതസം, മന്ദബുദ്ധിയായ എൻ്റെ അച്ഛനെ ഞാൻ വെറുക്കുന്നു. കാരണം എന്നെ ഇങ്ങനെ വീര്യശുൽക്കായിട്ട് നിശ്ചയിച്ചുവല്ലോ. അത് അച്ഛനും അതിന് കാരണക്കാരാണ്. അച്ഛനെ ഞാൻ വെറുക്കുന്നു. ദിഗ്ഭീഷ്മം ദിക്ഷമേ മന്ദം പിതരം മൂഢചേതസം ഏനാഹം വീര്യശുൽക്കേന പണ്യസ്ത്രീവൽ പ്രവേരിത ദിങ് മാം, ഞാൻ എന്നെ വെറുക്കുന്നു. കാരണം ഞാൻ ഈ വേണ്ടാത്തതിന് പോയിട്ടല്ലേ ഇതുണ്ടായത്. അതുകൊണ്ട് ഞാൻ എന്നെ വെറുക്കുന്നു എന്ന് ഈ ഈ ഭൂമി മുഴുവൻ ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ ആത്മഹത്യ ചെയ്തു. അതുപോലെ ഞാനാവില്ല. ആര്? രുക്മിണി പറയാണ്, ഞാൻ ആ അമ്പേനെ പോലെ ആവില്ല. ഞാൻ അങ്ങയെ തന്നെ സ്വീകരിക്കൂ. അങ്ങാണ് എൻ്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നത്, ഇന്നും ഉണ്ടായിരുന്നത്, എന്നും ഉണ്ടായിരുന്നത്. ഞാൻ വേറെ ഒരാളെ ആശ്രയിക്കില്ല. എപ്പോഴും ഭഗവാനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവളാണ്. അത് അങ്ങ് മനസ്സിലാക്കണം എന്ന് ഭഗവാനോട് അങ്ങോട്ട് പറഞ്ഞു എന്നാണ്. അപ്പം ഇവിടെ ഈ ജഗൽപിതാക്കളായ ശ്രീപരമേശ്വരനും പാർവതിയും എപ്പോഴും ഈ കഥ കേൾക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ പിണങ്ങി ഇന്നിപ്പോൾ അങ്ങനെയാണ്. ഒന്ന് പറഞ്ഞ് ഒരു പാത്രം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ പാത്രമല്ല കൊണ്ടുവന്നതെങ്കിൽ എന്നാൽ പിന്നെ ഡൈവോഴ്സ് അല്ലേ, നോട്ടീസ് കൊടുക്കലായി. അങ്ങനെ ഉള്ള ഇന്നത്തെ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കുറച്ചൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവണമെന്നാണ്. ആ വിട്ടുവീഴ്ച മനോഭാവം സൂചിപ്പിക്കുന്ന കഥയാണ് ഈ കൃഷ്ണ രുക്മിണി സംവാദം. വളരെ ചുരുക്കിയിട്ടാണെങ്കിലും ഏകദേശമൊക്കെ ധരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് പറയാനുണ്ട്. ഏതായാലും ഏവം സൗരഭസല്ലാമേർ ഭഗവാൻ ജഗദീശ്വര സ്വരതോരമയാരമേ നരലോകം വിടംബയൻ തഥാന്യാസാം അഭിവിഭോർഗൃഹേഷു ഗൃഹവാരിവ ആസ്ഥിതോ ഗൃഹമേദിയാൻ ധർമാൻ ലോകഗുരുർഹരി സർവത്ര ഗോവിന്ദനാ